നമസ്കാരം, ദേവി മെഡിക്കൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൈൽസ്, അതിന് ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല, ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും, ഒരുവിധപ്പെട്ട ആൾക്കാർക്കത് സുഖകരമാവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലാക്ടി ഫൈബർ. ലാക്ടി ഫൈബർ എന്ന് പറയുന്നത് ഇസാബ്ഗുള ഹസ്ക് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വരുന്ന ഒരു പൗഡറാണിത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മോഷൻ പോവുക. ഈ സ്റ്റൂളിനെ കട്ടിയാക്കാതിന് പകരം ഒന്ന് ലൂസ് ചെയ്യും. എന്നാൽ ഒരുപാട് വയറിളകി പോകുന്നതല്ല ചെയ്യണത്. അതിനൊരു എണ്ണമയം പോലെ മയമുള്ളതാക്കുകയും നമുക്ക് സ്റ്റൂള് പോകുമ്പോൾ വലിയ പെയിൻ ഇല്ലാണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. പൈൽസിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ചെറിയ 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 വെയിൻസ് ഉണ്ട്. ആ വെയിൻസിലേക്ക് ഇൻഫെക്ഷൻ വന്ന് അവിടെ ചെറിയ പൊട്ടലുണ്ടാവുകയും പിന്നെ നമുക്ക് മോഷൻ കട്ടിയായിട്ട് പോകുമ്പോൾ അത് ഉരഞ്ഞുരഞ്ഞ് വീണ്ടും വീണ്ടും അത് പ്രശ്നങ്ങളാക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു സൊല്യൂഷനാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞ ലാക്ടി ഫൈബർ. ഈ ലാക്ടി ഫൈബർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫൈബർ കണ്ടൻറ്റാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് സ്റ്റൂൾ വളരെ കട്ടി കുറയുകയും അധികം സ്റ്റൂൾ കട്ടിയായി കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അതിനുള്ളിലേക്ക് ഉരഞ്ഞു പോവുകയും ഒരു ചെറിയൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉരയുമ്പോൾ അതിനനുസരിച്ച് അത് വലുതാവുകയും പിന്നെ അത് ഇൻഫെക്ഷൻ ആവുകയും ഫിഷർ മാറി ഫിസ്റ്റൂല ആവുകയും അങ്ങനെ വലിയ വലിയ പ്രോബ്ലത്തിലേക്ക് പോകും. അത് പോവാതിരിക്കാൻ വേണ്ടി ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു പുകച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ചെറിയ തുള്ളിയായിട്ട് ബ്ലഡ് പോവുകയും കാണുമ്പോൾ തന്നെ ഇതൊന്ന് ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രം, ഇതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. എങ്കിലും ഇനിഷ്യൽ സ്റ്റേജിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ ലാക്ടി ഫൈബർ. ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് ആമസോണിൽ ലാക്ടി ഫൈബർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. ബ്രാൻഡഡ് പ്രോഡക്റ്റാണ്. സൺ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ലോക്കൽ പ്രോഡക്റ്റ് മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂണ് ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ എടുക്കുക. അതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ വരും. രാത്രി കിടക്കാൻ നേരത്ത് അത് കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫാർട്ടിങ്, അതുപോലെ വയറ്റിനകത്തുള്ള ഒരു പുളിച്ചു തേട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോവും. പിന്നെ പൈൽസിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കട്ടിയുള്ള റെഡ് മീറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. മാക്സിമം ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. പിന്നെ പൈൽസിന് സർജറി കഴിഞ്ഞവർക്കും ഇത് യൂസ് ചെയ്യാം. കാരണം അപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന തുടർച്ചയായി ഇൻഫെക്ഷൻസിന് ഒരു പരിഹാരമാർഗമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.